മഴ തോരും മുമ്പിൻ്റെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ എറണാകുളത്തേക്ക് എല്ലാവരും എത്തിയേക്കുവാണ്. രോഹിത്തിനാണെങ്കിൽ ആദ്യം ഇറങ്ങാനൊരു മടിയൊക്കെ ഉണ്ട്. എന്നാലും അലീന പറയുന്നുണ്ട്, വന്നേ രോഹിത്തെ, ഇവിടെ ആരും രോഹിത്തിനെ തെറ്റുകാരനായിട്ടൊന്നും കാണത്തില്ല, രോഹിത്ത് വന്നേന്നും പറഞ്ഞ് നിർബന്ധിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗ്രേസി അമ്മയും മാമച്ചായനും വന്ന് അവരെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ മാമച്ചായൻ പറയുന്നുണ്ട് വന്നേ എന്നും പറഞ്ഞിട്ട് രോഹിത്തിനെയും വിളിച്ചിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ രേവതി കുട്ടിയെ കാണുന്നില്ല. അലീന ചോദിക്കുന്നുണ്ട്, അവളെന്തേ രേവതി എന്തേന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ പിണങ്ങി മാറി നിൽക്കുക, എനിക്ക് ഞാനൊന്ന് പോയി കണ്ട് പിണക്കം മാറ്റിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അലീന ഓടി അകത്തേക്ക് പോകുന്നുണ്ട്. രേവതി കുട്ടിയാണെങ്കിൽ പിണങ്ങി മാറി മുഖവും വീർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ അങ്ങോട്ടേക്ക് അലീന വരികയാണ്. അപ്പം അലീന വന്ന് ചോദിക്കുകയാണ്, ഇതെന്താ പറ്റി എൻ്റെ രേവതി കുട്ടിക്കെന്ന് ചോദിക്കുകയാണ്. എന്നോട് ആരും മിണ്ടിയൊന്നും വേണ്ട, എനിക്ക് മിണ്ടാനും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കാര്യം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഗ്രേസി അമ്മയുടെ തല്ലേ കാര്യങ്ങളെല്ലാം പറഞ്ഞത്, പിന്നെ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പോലും പറഞ്ഞില്ല. എന്നെ കണ്ടതിന് ശേഷം അല്ലേ ആൻറ്റിയൊക്കെ കണ്ടത്, പിന്നെ എന്നെ വിളിച്ച് പറയാൻ എന്താണെന്നും പറഞ്ഞ് പരാതി പറയുന്നുണ്ട് രേവതിക്കുട്ടി. ഇത് കേൾക്കുമ്പം അലീന പറയുന്നുണ്ട്, അത് തന്നെ നിന്നെയാണ് ആദ്യം കണ്ടത്, പക്ഷേ ഇത് ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തി നോക്കുന്ന യജമാനത്തി ഗ്രേസി അമ്മയല്ലേ. അപ്പോൾ ഗ്രേസി ആൻറ്റിയുടെ അടുത്ത് ചോദിക്കേണ്ടതെന്ന് അലീന രേവതിക്കുട്ടിയെടുത്ത് ചോദിക്കുകയാണ്. എന്താ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയത്തില്ലയോ ആൻറ്റി അടുത്ത്. അപ്പം ആൻറ്റി ഞാൻ പറഞ്ഞാലും കാര്യം അറിയാമല്ലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അതൊക്കെ അറിയും, പക്ഷെ നീ ചോദിക്കുന്നത് അവരിങ്ങോട്ട് വരും, അവരിങ്ങോട്ട് വരുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നീ അങ്ങോട്ട് ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ആൻറ്റി അടുത്തും അങ്കിളിൻ്റെ അടുത്തും വിളിച്ച് ചോദിക്കണം, നമ്മൾ വരുന്നുണ്ടോ, അവർക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ, ആരെങ്കിലും ഗസ്റ്റുകളുണ്ടോ എന്ന് അവരുടെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയെ വിളിച്ച് ചോദിച്ചതെന്ന് പറയാണ്. എന്തായാലും അവസാനം എങ്ങനെയൊക്കെയോ രേവതിക്കുട്ടിയുടെ പിണക്കം അലീന മാറ്റുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. ആ സമയത്താണെങ്കിൽ മാമച്ചായനാണെങ്കിൽ രോഹിത്തിനോട് പറയാണ്, വന്നേ അകത്തോട്ട് വന്നേ, നമ്മൾ രണ്ടുപേരും നല്ല കട്ടയ്ക്ക് നിൽക്കണം, സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അവർ മൊത്തം കൂടെ 5 പെണ്ണുങ്ങളുണ്ട്, ഇവിടെ 2 വന്നത് 3, അങ്ങനെ 5 പേരുണ്ട്. നമ്മൾ 2 പേരേ ഉള്ളൂ പുരുഷന്മാർ, നമ്മൾ 2 പേര് സ്ട്രോങ് ആയിട്ട് നിന്നാലേ അവരെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പറ്റത്തോളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അലീന രേവതിക്കുട്ടി അങ്ങോട്ട് വരുന്നത്. എന്താങ്കളെ ഒരു ഗൂഢാലോചനയെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞങ്ങൾ 2 പേരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ്, നിങ്ങളുടെ മുന്നിൽ പിടിച്ച് നിൽക്കണ്ടേ, ആ കാര്യം സംസാരിച്ചാണെന്ന് മാമച്ചൻ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, പുതിയ ആളുകളോടൊക്കെ കൂട്ടുകൂടി അംഗബലം കൂട്ടി എന്താ യുദ്ധത്തിനെല്ലാം പോവുകയാണോ എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. നിന്നോടാകുമ്പോൾ യുദ്ധം ചെയ്തല്ലേ പറ്റുന്നുള്ളെന്ന് മാമച്ചനും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് വന്ന് എല്ലാവരും നല്ല ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയമ്മ പറയാണ്, മോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുക, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഗ്രേസിയമ്മ പോകുന്നുണ്ട്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, ആൻറ്റി ഒറ്റയ്ക്ക് പോയാലേ ശരിയാകത്തില്ല, ഞാനും കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും പോകാനൊരുക്കുമ്പോൾ അലീനയും പറയുന്നുണ്ട്, എന്നാൽ ഞാനും കൂടെ വരാം, ഞാനും കൂടെ വന്ന് നമുക്ക് 2 പേർക്കും കൂടെ ആൻറ്റി സഹായിക്കാം എന്ന് പറയാണ്. അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട്, ശരി ശരി, എന്നാൽ നിങ്ങളും കൂടെ ചെല്ലും, ഞങ്ങളിവിടെ കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീനയും രേവതിക്കുട്ടിയും കൂടെ അകത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് ഗ്രേസി അമ്മ ജ്യൂസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ പോരുന്നതെന്ന് ചോദിക്കുകയാണ്. ആൻറ്റി ഒറ്റയ്ക്ക് ചെയ്യുന്നില്ലേ, ഇവർക്ക് ഭയങ്കര വിഷമം, അതുകൊണ്ട് അവൾക്ക് ആൻറ്റിയോടെ വരണമെന്ന് പറഞ്ഞ് ഇങ്ങ് പോരുന്നു, എന്നാൽ ഞാനും കൂടെ കൂട്ടുവരാമെന്ന് പറഞ്ഞ് ഞാനും പോരുന്നെന്ന് പറയാണ്. അപ്പം ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, എന്തുണ്ട് വിശേഷം, ബാലചന്ദ്രൻ അവിടെ ഇല്ലയെന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ ഒറ്റയ്ക്ക് വിടുന്നതിന് ബാലചന്ദ്രന് കുഴപ്പമൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ്. അച്ഛൻ അവിടെ ഇല്ല, അച്ഛനൊരു യാത്രയ്ക്ക് പോയേക്കുവാണ്, എങ്ങോട്ടാണെന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല, 2-3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഞങ്ങൾ എറണാകുളത്തേക്ക് വരട്ടെ എന്ന്. അപ്പോൾ അച്ഛൻ സമ്മതിച്ച് പൊക്കോളാൻ പറഞ്ഞ്, സൂക്ഷിച്ചൊക്കെ പോയിട്ട് വരണമെന്ന് മാത്രം പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്ര സാറ് എങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് ചേച്ചിയെടുത്തും പറഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. ആരോടും പറഞ്ഞില്ല, എവിടാ പോയേക്കുന്നൊന്നും അറിയാൻ വയ്യാന്ന് പറയാണ്. അപ്പം നമ്മുടെ ഗ്രേസിയ പറയുന്നുണ്ട്, ഇനി നിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയതാണോ, നീ ആ വീട്ടിൽ നിന്ന് പോയതെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ എങ്ങോട്ടെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി എങ്ങാനും പോയതാണോ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, ആയിരിക്കും, അല്ലാതെ അച്ഛൻ ഇപ്പം എങ്ങോട്ട് പോയതെന്ന് വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞേനെ, ഞാൻ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരിക്കണമെന്ന് വിചാരിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോയതായിരിക്കുമെന്ന് അലീന പറയുന്നുണ്ട്. എന്നാലും മോൾ ആ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം ബാലചന്ദ്രനായിരിക്കുമെന്ന് ഗ്രേസിയമ്മ പറയുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അതെ, അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം, എനിക്ക് വേണ്ടി എന്തൊക്കെ വിഷമിച്ച് എന്തൊക്കെ കഷ്ടപ്പെട്ട്, അപ്പം ഈ 22 വർഷവും എല്ലാവരും കൂടെ അച്ഛനെ പറ്റിച്ച്, അത് മാത്രമാണോ കല്യാണത്തിന് മുമ്പ് ഉണ്ടായ ഒരു സന്തതിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യനായി നിന്നു. വിവാഹത്തിന് മുമ്പ് തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനിൽ ഒരു കുഞ്ഞുണ്ടായ കാര്യം ഏത്
മനുഷ്യനാണ് സഹിക്കുന്നത്. മാത്രമാണോ അമ്മയുടെ അഹങ്കാരം അതും അച്ഛൻ തന്നെ സഹിക്കേണ്ടായോ എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ അലീന പറയുകയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, കാര്യങ്ങളെല്ലാം വൈജയെടുത്ത് തന്നെ പറയണം. വൈജയെടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീന തൻ്റെ മോളാണെന്നറിയുമ്പോൾ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ വൈജ വരും. അല്ലാതെ എവിടെ പോകാനാ? അതുകൊണ്ട് വൈജയെടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നതാണ് നല്ലതെന്ന് ഗ്രേസിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അലീന പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അമ്മയുടെ മകളാണെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അമ്മയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ അമ്മ നിൽക്കത്തില്ല. ആരുടെയും മുന്നിൽ തല കുനിച്ച് അപഹാസ്യമായി നിൽക്കത്തില്ല അമ്മ. ആ വീട് അതോടെ ഇറങ്ങുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതിക്കുട്ടി പറയാണ്, ഒരു തരത്തിലും ചേച്ചിയുടെ മാഡം ഒതുങ്ങാൻ തീരുമാനിച്ചിട്ടില്ല. ആ പാവം മനുഷ്യനിട്ട് വട്ടം കറക്കുക എന്ന് പറയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, അത് രേവതിക്കുട്ടി പറഞ്ഞാൽ ശരിയാണ്. ഏതൊരു മനുഷ്യന് സ്വന്തം ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് മറ്റൊരു പുരുഷന് ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇത്രയും സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് അതിന് ബാലചന്ദ്രനല്ല വേറെ ആരും പറ്റത്തില്ല. മാത്രമാണ് ആ കുഞ്ഞിനെ വീട്ടിൽ നിർത്തുകയും സ്വന്തം മോളായിട്ട് കൂടെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നത് ആര് ചെയ്യുമെന്ന് ഗ്രേസിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട്. ബാലചന്ദ്രൻ അത്ര വലിയ കാര്യമായി ചെയ്തതെന്ന് ഗ്രേസിയമ്മ പറയുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ പോവാണ്. വണ്ടി ഓടിക്കുന്നത് ബാലചന്ദ്രനാണ്. അപ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ബാലേട്ടനാണെങ്കിൽ ക്ഷീണിച്ചെങ്കിൽ ഇനി ഞാൻ ഓട്ടിക്കാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ പറയാണ്, ക്ഷീണിക്കാനോ? എവിടെ ക്ഷീണിക്കാൻ? ബാലചന്ദ്രൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ബാലചന്ദ്രനും കൂടെ ഗോവർദ്ധനും ചേർന്ന് ജില്ലെന്നും പറഞ്ഞ് നിൽക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗോവർദ്ധന ഒരു സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ കട്ടയ്ക്ക് കൂടെ ഗോവർദ്ധനെയും കൂട്ട് നിർത്തിയേക്കുവാണ് ബാലചന്ദ്രൻ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഗംഗാധരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് എറണാകുളത്താണെങ്കിൽ വന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഡൈനിങ് ടേബിളിന് ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇരിക്കുമ്പോഴത്തേക്ക് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അലീനയെടുത്തും ബബിതയെടുത്തും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാം സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, പിന്നെ ഞാനുണ്ടാക്കിയതല്ലേ, സൂപ്പർ ആവാതൊന്നും ഇരിക്കത്തില്ല എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും ഗസ്റ്റൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടേ അങ്കിളും ആൻറ്റിയും ആവശ്യത്തിന് എന്നത്തെയും കണക്കനുസരിച്ച ഫുഡൊക്കെ കഴിക്കാവും. അതിൽ കൂടുതൽ കഴിച്ചാലുണ്ടല്ലോ പണിഷ്മെൻ്റ് ഉണ്ട്, അത് മറക്കല്ലെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗ്രേസിയമ്മയും അമ്മച്ചിനും ഇങ്ങനെ വല്ലാതെ രേവതിക്കുട്ടിയെ നോക്കുന്നുണ്ട്. എന്താടി നീ ഇവരെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണോ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രേസിയമ്മ പറയുന്നുണ്ട്, മോളെ ഇവളെ കാരണം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ഇവളെ ഞങ്ങളെ ഭരിച്ചിട്ടേക്ക്, അവൾ പറയുന്നത് ഈ വീട്ടിൽ നടക്കത്തോളം എന്ന് ഗ്രേസിയമ്മ പറയാണ്. ആണോടി എന്ന് അലീന ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ പറയുന്നത് ഇവർ കേൾക്കണ്ടേ? അല്ലെങ്കിൽ ഇവർ കണ്ണ് വെട്ടിച്ച ഉള്ള മധുരവും അതും ഇതും ഒക്കെ എടുത്ത് കഴിക്കും. പിന്നെ ഞാൻ വേണം കൂട്ടി നിൽക്കാൻ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. നീ ഇച്ചി ഓവറാണല്ലോ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓവറൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഉടനെ ബബിതയെടുത്തും രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിളിച്ച് ഓവറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. രോഹിത്തിനോടാണ് അലീന ചോദിക്കുന്നുണ്ട്. ആണെന്ന് പറയാണ്. ഉടനെ രേവതിക്കുട്ടി പറയാണ്, ഞാനേ വീരൻ്റെ അത്രയും ഓവറൊന്നും അല്ല, എനിക്ക് ഇച്ചിരി ഓവറുള്ളതൊക്കെ ഇഷ്ടം, പക്ഷേ വീരൻ്റെ അത്രയും അങ്ങ് ഓവറല്ല എന്ന് പറയുകയാണ്. നമ്മൾ ഇച്ചിരി ഓവറായാലേ മറ്റുള്ളവർ ശ്രദ്ധിക്കത്തുള്ളൂ, ഇല്ലേ വീര എന്ന് ചോദിക്കുകയാണ് രോഹിത്തിനോട്. ഇത് കേൾക്കുമ്പോൾ രോഹിത്ത് ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. എന്തൊക്കെയായി രേവതി പറയുന്നതെന്നൊന്നും മനസ്സിലാവാതിരിക്കുകയാണ്. അപ്പം രോഹിത്താണെങ്കിൽ ഇങ്ങനെ വല്ലാതെ രേവതിക്കുട്ടിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ അവനെ കളിയാക്കാൻ നിൽക്കണ്ട, അവനൊരു പാവം, അവനെ കളിയാക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയണം. അപ്പോൾ രേവതിക്കുട്ടി പറയാണ്, പാവമൊന്നുമല്ല, ഇച്ചിരി വീരനാ. ആര് പറഞ്ഞ പാവമാണെന്ന്? ചേച്ചിക്ക് അനിയനായോണ്ട് പാവമാണെന്നൊക്കെ തോന്നും, എനിക്കത്ര പാവമാണെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പൊളിക്കണ്ണിട്ട് രോഹിത്തിനെ ഇങ്ങനെ നോക്കുകയാണ് രേവതിക്കുട്ടി. അപ്പം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരുന്ന് സംസാരിച്ച് ആഹാരം കഴിക്കുകയാണ്. എന്തായാലും നീ നിർത്ത്, രോഹിത്തിനെ വെറുതെ വിടാൻ പറഞ്ഞുകൊണ്ട് അലീനയാണെങ്കിൽ രേവതി എടുത്ത് പറയുന്നുണ്ട്, ഓ ശരി ചേച്ചി പറഞ്ഞില്ലേ, ഇനി ചേച്ചിയുടെ അനിയനെ കളിയാക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി പറയാണ്. അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഓരോന്ന് സംസാരിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷത്തിട്ട് ഇരിക്കുകയാണ്. ഗ്രേസിയമ്മയും അമ്മച്ചനും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിനുശേഷം ആഹാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കിടക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ കൃഷ്ണമോളും ബബിതയും കൂടെ ഒരു റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒരു കട്ടിലേനെ കിടക്കുകയാണ്. ഭയങ്കര വിഷമത്തോടെയാണ് രണ്ടുപേരും കിടക്കുന്നത്. ഉടനെ കൃഷ്ണയാണെങ്കിൽ ബബിതയെടുത്ത് ചോദിക്കുകയാണ്, ചേച്ചി അലീന ചേച്ചി നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ സന്തോഷം നമുക്കുണ്ടാവുമോ? നമ്മൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഈ സന്തോഷം കിട്ടുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. ബബിത ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്.